നസിമാൻ. എന്താ പാട്? ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണ്. എന്റെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് നല്ല ഭയങ്കര എക്സ്പെൻസീവായ ജീവിതമാണല്ലോ. കാരണം ഫ്രൂട്ട്, ആപ്പിള്, മുന്തിരി, ഒരുപാട് ഫ്രൂട്ട് ഒരു ദിവസവും ഞാൻ കഴിക്കും. ശരി. പിന്നെ പക്ഷെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് സൗന്ദര്യം ഇങ്ങനെ കൂടിയ കാരണം പെൺകുട്ടികൾ ഭയങ്കര ശല്യം ചെയ്യല്. ഈ കാലഘട്ടത്തിലോ? ഈ കാലഘട്ടത്തിൽ തന്നെ ഭയങ്കര ശല്യം ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വയ്യ. കെട്ടിക്കാത്ത കുറെ ചെറുപ്പക്കാരി പെൺകുട്ടികൾ വന്നിട്ട് കല്യാണം കഴിഞ്ഞിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കണില്ല. കാരണം എന്താണോ അങ്ങനെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ വിവരം പറയണോ അങ്ങനെ എങ്ങനെ അവർക്ക് എന്നെ കെട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഭയങ്കര കാരണം വെച്ചാൽ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. കാരണം എന്താ വെച്ചാല് നല്ല ഭംഗി ഉണ്ടിച്ചിട്ട് ആളെങ്ങനെ പ്രയാസപ്പെടുത്തരുതല്ലോ. പിന്നെ സാമ്പത്തികമൊക്കെ ഉള്ള ഒരാളല്ലേ. പൈസ അല്ലണ്ടിച്ചിട്ട് അങ്ങനെ ഇതാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കുട്ടികള് പേരിടാതെ വരിക. അപ്പൊ താങ്കൾ എത്ര ആളെ പ്രേമിച്ചിട്ടുണ്ട്? ഞാനും പ്രേമിച്ചിട്ടില്ല ഇതുവരെ. ഇത്രയും നല്ല ഗ്ലാമറൊക്കെ വെച്ചുകൊണ്ട് ഇതുവരെ പ്രേമിച്ചിട്ടില്ല. പ്രേമൊക്കെ അറിയില്ലല്ലോ. അങ്ങനെ അങ്ങനത്തെ സംഗതിയോടൊന്നും ഒക്കെ അറിയില്ല. ഇല്ലേ? അപ്പൊ തന്റെ പിന്നിൽ നടക്കുന്ന ആളുകളൊക്കെ പ്രേമിക്കാന്നൊന്നും അങ്ങനെ എനിക്ക് മനസ്സിലായത്. അത് പിന്നാലെ വരിക. അല്ലാതെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന് വെച്ചിട്ട്. അത് ശരി. ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞാ ഞാനുണ്ട് വെച്ചിട്ട് ഓരോ കുട്ടികളിങ്ങനെ. അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ നിന്റെ മക്കളെന്റെ കല്യാണം കഴിഞ്ഞേക്കണ് പറഞ്ഞു കഴിഞ്ഞാലും പിന്നാലെ വരും തന്നെ. അല്ല, എന്റെ സൗന്ദര്യത്തിനനുസരിച്ചുള്ള ഭാര്യയാണോ തനിക്ക് കിട്ടിയിട്ടുള്ളത്? ഏത്? അവള് ഭയങ്കര സ്റ്റൈലല്ലേ, നല്ല ഗ്ലാമർ അല്ലേ? ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ ഞാൻ ഒരു ദിവസം കൊണ്ടുവരാൻ നമുക്ക്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ഫുഡാണ് കഴിക്കുന്നത്? ഞാന് പിന്നെ സംഭവം എന്താ വെച്ചാല് ഈ കെപ്പലി പറഞ്ഞ പഴം ഉണ്ടല്ലോ, പഴം കഴിക്കണ കൂട്ടാൻ നേരത്തെ പറഞ്ഞല്ലോ. കെപ്പൽ എന്ന് പറഞ്ഞ പഴം കഴിക്കുമ്പോ ഭയങ്കര നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കര നിങ്ങൾ തന്നെ നല്ല പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, നല്ല സ്മെല്ലുണ്ട് അല്ലോ. അത് ഈ കെപ്പലിന്റെ പഴം കഴിച്ചിട്ടാ. ഭയങ്കര പെർഫ്യൂമിന്റെ മണമാണ്. ടോയ്ലറ്റിലൊക്കെ മണം കാണും. അല്ല, ടോയ്ലറ്റിലിട്ട് വരൂല. ഇല്ല, അത് വിയർപ്പില് ഭയങ്കര സ്മെല്ലാ. അത് ശരി. അപ്പൊ കാരണം രാവിലെ ഭയങ്കര പറയുകയാണെങ്കിൽ രാവിലെ സുബൈക്ക് തന്നെ വരും ആൾക്കാര് വീട്ടിലേക്ക്. വിയർപ്പെടുക്കാൻ വേണ്ടിട്ട് ഈ കുപ്പിയിലാക്കാൻ പെർഫ്യൂമിന്റെ ഇതിന്. എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടാ. നമ്മുടെ ഈ മണം ഇങ്ങനെ കൊറേ അനുഭവിക്കുമ്പോ മണം നമുക്ക് അറിയണ്ടാവൂല. അത് ശരി. പെരുങ്കുലത്തിൽ പണ്ടാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ വീട്ടിൽ വരുമ്പോ എന്ത് മണായിരുന്നു. ഇപ്പൊ ചൂരും മണക്കം മാറിയെന്ന്. കാരണം അത് സ്ഥിരമായപ്പോഴേ അതാണ് നിരച്ചു വരുന്നുണ്ടാവും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോ ആൾക്കാര് പൈസ ഉണ്ടാക്കാണ്. പൈസ ഇത് ബോട്ടിലാക്കിട്ട് വേർപ്പ് രാവിലെ ടൗണിട്ട് വന്നിട്ട് ഒപ്പി എടുത്തിട്ട് കുപ്പിലേക്ക് പിയ്യാണ്. അങ്ങനെയാണല്ലേ? അത് ശരി. ഓക്കെ. നമുക്ക് എന്തിനു തരുമോ? പൈസ ആയിട്ടില്ലാനോ നമുക്ക് 10 പൈസ. പൈസ ഉള്ള ആളല്ലേ, പിന്നെ നിങ്ങൾക്ക് പൈസ. എന്നാലും അങ്ങനെയല്ല, നമ്മള് വേർപ്പുണ്ടാണോ പൈസ ഉണ്ടാക്കണത്. അത് ശരി. അപ്പൊ അങ്ങനൊരു കൂടെ അങ്ങനെ ഉണ്ട്. അതില്ല, ആ ഒരു സംഗതി ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.